ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹൗ ടു മേക്ക് ഡിസീസ് ഡിസപ്പിയർ എന്ന ബുക്കിൻ്റെ റിവ്യൂ ആണ്. ഈ ഒരു ബുക്ക് ഈ ഒരു ജനറേഷനിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു ബുക്കാണ്. ഓഥർ എന്താണ് പറയുന്നത് എന്നാൽ എങ്ങനെയാണ് നിങ്ങൾ ചെറിയ ചെറിയ ലൈഫ് ചേഞ്ചസ് നടത്തിയാൽ നിങ്ങൾക്കൊരു അസുഖവും വരാതെ തടയാമെന്നാണ്. 4 പാർട്ടായിട്ടാണ് ഇതിൽ കാര്യങ്ങൾ പറയുന്നത്. അതിലെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ വെൽക്കം ടു മൈ ചാനൽ ടൈം ടു ലീഡ് ആൻഡ് വെൽക്കം ടു അനദർ വീഡിയോ. ഫസ്റ്റ് പാർട്ട് എന്താണ് പറയുന്നത് എന്നാൽ ഭക്ഷണത്തിലൂടെ നമുക്ക് രോഗങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാമെന്നാണ്. നമ്മൾ കഴിക്കുന്ന ഡയറക്റ്റ് ഫുഡിൽ നിന്നും കുറച്ച് മാറ്റം വരുത്തിയാൽ എങ്ങനെ നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കാമെന്നാണ് നോക്കുന്നത്. ആദ്യം തന്നെ എന്താണ് ചെയ്യേണ്ടതെന്നാൽ ഷുഗർ എന്നത് പൂർണ്ണമായും തന്നെ ഒഴിവാക്കുക. നിങ്ങളിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയാൽ അവിടെയുള്ള ഫുഡ് ലേബിളിലൊക്കെ തന്നെ ഈ ഷുഗർ ഉണ്ടാവും. നിങ്ങളിപ്പോൾ ഒരു റോസ്റ്റഡ് ചിക്കൻ എടുത്താൽ പോലും അതിലും ഈ ഷുഗർ ഉണ്ടാവും. അതിലൊക്കെ എന്തിനാണ് ഷുഗർ ഇടുന്നത്? ഈ ഷുഗർ എന്നത് എന്തുകൊണ്ടാണ് ഇത്രയും ഹാംഫുൾ എന്നാൽ ഈ കൊക്കൈന്, ഹെറോയിൻ പോലുള്ള ഉപയോഗിക്കുമ്പോൾ ബ്രെയിനിൽ ഏത് പാർട്ടാണോ ആക്റ്റീവ് ആകുന്നത് അതേ ഭാഗം തന്നെ ഷുഗർ ഉപയോഗിക്കുമ്പോഴും ആക്റ്റീവ് ആകും. ഇതുകൊണ്ട് തന്നെ ഷുഗർ വളരെയധികം തന്നെ പോയിസണസ് ആണെന്ന് പറയുന്നു. നിങ്ങൾ ഫാറ്റി ഫുഡ് മാത്രം കഴിക്കുന്നത് നിർത്തിയാൽ മതി എന്ന് ചോദിച്ചാൽ അത് മാത്രം പോരാ. നമ്മൾ ഡേ ടു ഡേ കഴിക്കുന്ന ബ്രെഡിൽ പോലും തന്നെ ഷുഗർ ധാരാളമുണ്ട്. നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ബ്ലഡ് ഷുഗർ കൂടും. ഇത് കാരണം തന്നെ ബോഡിയിൽ ഇൻസുലിൻ സീക്രട്ട് ആവും. നിങ്ങൾ കുറച്ച് ഷുഗറും കുറച്ച് ഇൻസുലിനും സീക്രട്ട് ആയാൽ വലിയ കുഴപ്പമില്ല. എന്നാൽ ഡെയിലി നിങ്ങൾ ഷുഗർ കഴിച്ചുകൊണ്ടിരുന്നാൽ ശരീരത്തിലെ ഇൻസുലിൻ്റെ അളവ് കൂടും. അത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും, അതായത് ഈ ഡയബറ്റീസ് പോലുള്ള അസുഖം. ഇനി ഈ ഷുഗറിൻ്റെ അഡിക്ഷനിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാമെന്നതിന് ചില ടിപ്സ് ഓതർ പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ, ഹെൽത്തി ഫുഡ് കഴിക്കുന്നത്. എക്സാമ്പിൾ ക്യാരറ്റ്, നട്ട്സ്, ഫ്രൂട്ട്സ്. ഇതൊക്കെ കൂടാതെ നിങ്ങളുടെ ഡയറ്റിലുള്ള ഭക്ഷണത്തിൽ പ്രോട്ടീൻ്റെ അളവ് കൂട്ടിയാൽ തന്നെ വളരെ നല്ലതായിരിക്കും. ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ 90 അല്ലെങ്കിൽ 100% വരുന്ന ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കാൻ ഡോക്ടേഴ്സ് പറയുന്നുണ്ട്. ഇപ്പം ഫസ്റ്റ് വൺ എന്നത് കംപ്ലീറ്റ്ലി ഷുഗർ ഒഴിവാക്കുക എന്നതാണ്. സെക്കൻഡ് വൺ, 5 a day. നിങ്ങൾ ഡെയിലി കഴിക്കുന്ന വെജിറ്റബിളിൽ എങ്ങനെയെങ്കിലും 5 ഡിഫറെൻറ്റ് കളേഴ്സ് കൊണ്ടുവരിക. എത്രത്തോളം വെജിറ്റബിൾ ആണ് നിങ്ങൾ കഴിക്കുന്നത് അത്രത്തോളം അത് നിങ്ങളുടെ ശരീരത്തിന് നല്ലതാണ്. നമ്മുടെ ശരീരത്തിൽ ഗട്ട് എന്നുണ്ട്, അതായത് വായ്, ലിവർ, സ്റ്റൊമക്ക്, പാൻക്രിയാസ് ഇതൊക്കെ ചേർന്നാണ്. ഈ ഗട്ടിൽ നിറയെ ബാക്ടീരിയകൾസ് ഉണ്ട്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻ കെ പോലുള്ളവയൊക്കെ തന്നെ ഈ ബാക്ടീരിയകളാണ് നിർമ്മിക്കുന്നത്. സോ ഈ വെറൈറ്റി വെജിറ്റബിൾസ് ഈ ബാക്ടീരിയകൾക്ക് അത്യാവശ്യമാണ്. നമ്മൾ നല്ല ഭക്ഷണം കഴിച്ചാൽ ഈ ബാക്ടീരിയകൾ അത് കഴിക്കും. എന്നാൽ അതേ ഭക്ഷണം നമ്മുടെ ശരീരത്തിന് പറ്റിയില്ല എന്നതിന് മനസ്സിലായാൽ അപ്പോൾ തന്നെ ഇത് ഇൻഫ്ലമേഷനിൽ ഈ ബാക്ടീരിയകൾ എത്തിക്കും. ഇൻഫ്ലമേഷൻ എന്നാൽ നമ്മുടെ മുട്ടിലൊക്കെ തന്നെ എന്തെങ്കിലും പറ്റിയാൽ അവിടെ ചുവന്നു വരുന്നില്ലേ, അതിനെയാണ് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്. അതായത് പെട്ടെന്ന് എവിടെയെങ്കിലും വീണാൽ അത് ശരിയാക്കാൻ ഇൻഫ്ലമേഷൻ ഫോം ആകും. എന്നാൽ ഇതേ ഇൻഫ്ലമേഷൻ റെഗുലറായി തന്നെ നമ്മുടെ ശരീരത്തിൽ നിർമ്മിച്ചുകൊണ്ടേയിരുന്നാൽ അതിനെ ക്രോണിക് ഇൻഫ്ലമേഷൻ എന്ന് പറയും. ഇന്നിപ്പോഴുള്ള പല ഡിസീസിനും കാരണം ഈ ക്രോണിക് ഇൻഫ്ലമേഷനാണ്. ഈ ക്രോണിക് ഇൻഫ്ലമേഷൻ കാരണം സ്കിൻ റാഷസ്, ജോയിൻറ്റ് പെയിന്, കൂടാതെ ഈ മൂഡ് സ്വിങ്സിനൊക്കെ തന്നെ കാരണമാകും. അപ്പം ഇതിനൊക്കെ കാരണം നല്ല ഭക്ഷണം കഴിക്കാത്തതാണ്. സോ നിങ്ങൾ വെറൈറ്റി ഓഫ് വെജിറ്റബിൾസ് കഴിക്കൂ. തേർഡ് വൺ എന്താണെന്നാൽ ഫാസ്റ്റിംഗ് ആണ്. ഫാസ്റ്റിംഗ് ഓർ മൈക്രോ ഫാസ്റ്റ്. ഫാസ്റ്റിംഗ് എന്ന് വെച്ചാൽ നോമ്പ് എന്നാണ് അർത്ഥം. നമുക്കൊക്കെ തന്നെ ആൻഷ്യൻ പീരീഡ് മുതലേ ചിലപ്പോൾ പെട്ടെന്ന് ഭക്ഷണം ലഭിക്കും, ചിലപ്പോൾ കിട്ടുകയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഭക്ഷണം കിട്ടാതെ നമ്മൾ കുറേ സമയം ഇരുന്നിട്ടുണ്ട്. സോ ഈ നോമ്പ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് പറ്റാത്തതല്ല. നമുക്ക് ഈ നോമ്പ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ വീട് വൃത്തിയാക്കില്ല എങ്കിൽ എങ്ങനെ ഉണ്ടാകുമോ അതുപോലെ തന്നെ ഫാസ്റ്റിംഗ് എടുത്തില്ല എങ്കിൽ നമ്മുടെ ശരീരവും അതുപോലെ ആയിരിക്കും. സോ ഫാസ്റ്റിംഗ് എന്നത് വളരെ അത്യാവശ്യമാണ്. ഓഥർ എന്താണ് പറയുന്നത് എന്നാൽ 12 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടതൊക്കെ തന്നെ കഴിച്ചോളൂ, ബാക്കി 12 മണിക്കൂർ ഒന്നും കഴിക്കാതെ ഇരിക്കുമെന്നാണ്. ഈ ഫാസ്റ്റിംഗ് എന്താണ് ഇത്ര ഇമ്പോർട്ടൻ്റ് എന്നാൽ ലിവർ നമ്മുടെ ശരീരത്തിലെ നിറയെ സെൽസൊക്കെ തന്നെ റിപ്പയർ ചെയ്യും, തടി കുറയ്ക്കും, കൊളസ്ട്രോൾ കുറയ്ക്കും. അതുകൊണ്ട് തന്നെ ഫാസ്റ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂടാതെ നമ്മുടെ ബ്ലഡ് ഷുഗറൊക്കെ തന്നെ കുറയ്ക്കും. അതുപോലെ തന്നെ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇൻഫ്ലമേഷനും കുറയും. കൂടാതെ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി പവർ, പ്രതിരോധ ശേഷിയും കൂടും. അപ്പം ഫാസ്റ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർത്ത് വൺ, ഡ്രിങ്ക് വാട്ടർ. നിറയെ റിസർച്ചിലൂടെ പറയുന്നത് 8 ഗ്ലാസ് വെള്ളമെങ്കിലും നമ്മൾ ഡെയിലി കുടിക്കണമെന്നാണ്. ഒരു റിസർച്ചിൽ ഒരാൾക്ക് വർഷത്തോളം തന്നെ തലവേദന ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കൂട്ടിയപ്പോൾ ആ തലവേദന പോയി എന്നാണ്. സോ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഈ വെള്ളം കുടിക്കുന്നത്. നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറവാണെങ്കിൽ, അതായത് നിങ്ങളുടെ യൂറിൻ്റെ നിറം യെല്ലോ ആണെങ്കിൽ നിങ്ങൾ വെള്ളം നന്നായി കുടിക്കണമെന്നാണ് അർത്ഥം. വെള്ളം കുടിക്കുന്നതിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണെന്നാൽ നമ്മുടെ സ്കിന്ന് വളരെ ഹെൽത്തി ആയിട്ടിരിക്കും, നമ്മുടെ തലവേദന കുറയും, പഞ്ചസാരയുള്ള അമിത അഡിക്ഷൻസും കുറയും. നിങ്ങൾ രാവിലെ എണീക്കാൻ അലാറം വെക്കുന്നോ അതേപോലെ തന്നെ വെള്ളം കുടിക്കാനും അലാറം സെറ്റ് ചെയ്യുക. ഫിഫ്ത്ത് വൺ, റിമൂവ് പ്രോസസ്ഡ് ഫുഡ്. നിങ്ങളിപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോയാൽ അവിടെ എത്ര ഫുഡ് ലേബിളിൽ 5 ഇൻഗ്രീഡിയൻസിന് മുകളിലുണ്ടോ അത് തീർച്ചയായും വാങ്ങരുത്. ഇപ്പം തന്നെ നിറയെ ഫുഡ് ഹെൽത്തി എന്ന് പറഞ്ഞ് നമ്മൾ കഴിക്കുന്നുണ്ട്. എക്സാമ്പിൾ ബ്രെഡ് തന്നെ വളരെ നല്ലതാണെന്ന് പറഞ്ഞ് നമ്മൾ കഴിക്കുന്നു. എന്നാൽ അതിലെ പ്രോബ്ലം എന്താണെന്നാൽ അതിൽ നല്ലതുപോലെ ഷുഗർ ഉണ്ട്. നിങ്ങളിപ്പോൾ ഒരു വോൾ വീറ്റ് ബ്രെഡ് കഴിക്കുമ്പോൾ നിങ്ങളുടെ ബ്ലഡ് ഷുഗർ കൂടും.
ഒരു സ്നിക്കേഴ്സിൻ്റെ ക്യാൻഡി ബാർ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര ബ്ലഡ് ഷുഗർ കൂടുമോ അതിനേക്കാളും തന്നെ കൂടുതൽ ഇങ്ങനത്തെ വോൾ വീറ്റ് ബ്രെഡ് കഴിക്കുമ്പോൾ ആകും. സോ എത്രമാത്രം പോയിസണസ് ആണ് ഈ വോൾ വീറ്റ് ബ്രെഡ്. ഇതുകൊണ്ട് തന്നെ 5 ഇൻഗ്രീഡിയൻസിന് മുകളിലുള്ള ഭക്ഷണം കഴിക്കാതിരിക്കും. അടുത്ത വീഡിയോയിൽ മറ്റൊരു പാർട്ടുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.